ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡ്സ് ഓഫ് ഇടുക്കി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തി റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും അറിയാവുന്ന മാങ്ങാ ചമ്മന്തിയുടെ റെസിപ്പിയാണ്. നമുക്ക് ഈ റെസിപ്പി ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മാങ്ങാ ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ചൂട് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന മാങ്ങാ ചമ്മന്തി. അതിന് വേണ്ടിയിട്ട് ഒരു പച്ചമാങ്ങ ഞാനിവിടെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അരഞ്ഞു കിട്ടാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. 2 ചുവന്നുള്ളിയുടെ ടേസ്റ്റ് മുമ്പോട്ടായി പോകരുത്. ചുവന്നുള്ളിയുടെ ടേസ്റ്റ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ മാങ്ങാ ചമ്മന്തി കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. 6-7 കാന്താരി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കാന്താരി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം പച്ചമുളക് ചേർക്കുക. കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി മാത്രം ചേർക്കുക. വളരെ ചെറിയൊരു പീസ് ഇഞ്ചിയുടെയും ടേസ്റ്റ് മുമ്പോട്ടായി പോകരുത്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു പിടി തേങ്ങയാണ്. എൻ്റെ കൈക്ക് ഒരു പിടി തേങ്ങ, ഒരു 4 ഇല 5 ഇല കറിവേപ്പില, പിന്നെ വേണ്ടത് ഉപ്പാണ്. ഇത്രയും കൊണ്ട് നമുക്ക് മാങ്ങ ചമ്മന്തി അരച്ചെടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ മാങ്ങ നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. കാന്താരി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇഞ്ചിയുടെ അളവ് കൂടിപ്പോരുത്, ചുവന്നുള്ളിയുടെ അളവും കൂടിപ്പോരുത്. ചെറിയൊരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഇത്രയും നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അതിന് ശേഷം തേങ്ങ ചേർത്ത് അരച്ചെടുക്കാം. അല്ലെങ്കിൽ തേങ്ങ വളരെ നന്നായിട്ട് അങ്ങ് അരഞ്ഞു പോവും. തേങ്ങ അത്ര അരഞ്ഞു പോയി കഴിഞ്ഞാൽ നന്നാവില്ല. അതുകൊണ്ട് നമുക്ക് ആദ്യമേ ഇത് തന്നെ ഒന്ന് ഒതുക്കിയെടുക്കാം. ഇപ്പം ഞാൻ മാങ്ങ, മുളക് എല്ലാം ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങയും ഒരുപാട് അരയണ്ട, ഒന്ന് ഒതുക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി, ഒരുപാട് അരഞ്ഞു പോകണ്ട. നമ്മുടെ മാങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്താഴത്തിന് നല്ല ചൂട് ചോറ് അതല്ലെങ്കിൽ കഞ്ഞിയുടെയൊക്കെ കൂടെ ഈ മാങ്ങ ചമ്മന്തി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.